ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടരുകയാണ്. സമാധാനപരമായി പ്രതിഷേധിക്കുകയും പാർലമെന്റിൽ മാർച്ച് ചെയ്യുകയും ചെയ്ത വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നേരെ ഡൽഹി പോലീസിന്റെ ക്രൂരമായ നടപടികൾ തുടരുകയാണ്. വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു തലവൂർ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധം കടുപ്പിക്കുകയാണ് CJP. അതേസമയം ഈ കോൺഗ്രസ് നേതാക്കളടക്കം ഈ CJP പ്രതിഷേധത്തിന് മുഖം തിരിക്കുന്ന നിലപാടിൽ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഒരു സമാന്തര സമരമാണ് ഈ നേതാക്കളടക്കം കോൺഗ്രസ് നേതാക്കളടക്കം സംഘടിപ്പിച്ചത്. അതിനെതിരെ നിലവിലും വിമർശനം തുടരുകയാണ്. ജന്തർ മന്ദറിലെത്തി CJPയുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടല്ല കോൺഗ്രസ് എടുത്തത്. അതിനെതിരെയും ഇപ്പോൾ വിമർശനം തുടരുകയാണ്. എങ്ങനെയാണ് നിലവിൽ സ്ഥലത്ത് സാഹചര്യം തുടരുന്നത്? വിവരങ്ങൾ. എന്തായാലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെയൊക്കെ തന്നെ ഇപ്പോൾ ദില്ലി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളെയൊക്കെ തന്നെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്തായാലും കോൺഗ്രസ് നടത്തിയ ഈ ഒരു പ്രതിഷേധത്തിന് കൂടുതൽ പ്രതിപക്ഷ നേതാക്കളും പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ എത്തിയിരുന്നു. അഖിലേഷ് യാദവ്, സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ തന്നെ പോലീസ് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രൂരമായിട്ടുള്ള സമീപനം അഴിച്ചുവിട്ട ദില്ലി പോലീസ് ഈ ഒരു സമരത്തിനെത്തിയ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും അതേ സമീപനം തന്നെയാണ് ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നും കാണാൻ കഴിഞ്ഞത്. വനിതാ എംപിമാരെ അടക്കം വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വൈകിട്ട് നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യമാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് രാഹുൽ ഗാന്ധിയുമായി ഒരു അനുനയ ചർച്ച നടത്തിയത്. രാഹുൽ ഗാന്ധിയുമായി അനുനയ ചർച്ച നടത്തിയതിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ ജിതേന്ദ്ര സിംഗ് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ആദ്യം പ്രധാനമന്ത്രിയുടെ മുന്നിൽ സമരം ചെയ്തിരുന്നപ്പോൾ ജിതേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ സമരവേദിയിലെത്തിയാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ചർച്ച നടത്തിയത്. ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന് മാത്രമാണ്. പക്ഷേ പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യാമെന്ന ആവശ്യം രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് തനിക്ക് ഇത് മാത്രമല്ല ആവശ്യം, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉറപ്പു നൽകണമെന്ന ആവശ്യം കൂടി അംഗീകരിക്കണമെന്ന് രാഹുൽ ഗാന്ധി രണ്ടാമത് ആവശ്യപ്പെട്ടത് എന്നതാണ് എന്തായാലും കേന്ദ്ര മന്ത്രി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ബലപ്രയോഗത്തിലൂടെയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ, കോൺഗ്രസ് നേതാക്കളെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും മാറ്റിയത്. രാഹുൽ ഗാന്ധിക്കടക്കം ഈ ഒരു ബലപ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് ഒരു അടികിട്ടിയ തലത്തിൽ മുഖത്ത് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസിന്റെ നടപടി